അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ എന്താ പഠിച്ചത്? ബ്രിക്കിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിക്കിൻ്റെ എന്തൊക്കെ പഠിച്ചു? ബേണിങ് അല്ലേ? 2 ടൈപ്പ് ബേണിങ്ങിൽ തന്നെ 2 ടൈപ്പ് ക്ലീനുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താ? ഇൻ്റർമീഡിയറ്റ് ക്ലീനും കണ്ടിന്യൂസ് സ്കിന്നും. അതുപോലെ എന്താ, ഇൻ്റർമീഡിയറ്റിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്, അപ്പ് ഡ്രാഫ്റ്റും ഡൗൺ ഡ്രാഫ്റ്റും. അതുപോലെ കണ്ടിന്യൂസ് സ്കിൻ എന്താണെന്ന് പഠിച്ചു, ബുൾ ട്രെഞ്ചും. പിന്നെന്താ പഠിച്ചേ? ഹോഫ്മാൻസും പഠിച്ചു. അതിൻ്റെ ഫിഗർ നോക്കി എന്താണെന്ന് പറഞ്ഞു. അടുത്ത അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു അല്ലേ? ബ്രിക്കിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ? ഈ ഒരു 10 പ്രോപ്പർട്ടീസ് ബ്രിക്കിനുണ്ട്. അതിൽ വരുന്ന ഒരു 7 എണ്ണത്തിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ പഠിച്ചു. കളറ്, ഷേപ്പ്, സൗണ്ട്നെസ്, അബ്സോർപ്ഷൻ, ടഫ്നെസ്, അതുപോലെ തന്നെ എന്താ, ക്രഷിങ് സ്ട്രെങ്ത്, സ്പെസിഫിക് ഗ്രാവിറ്റി. പിന്നെ ക്ലാസിഫിക്കേഷൻസ് ആണ് പഠിച്ചത്. 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് അൺബേൺഡ് ബ്രിക്കും ഒന്ന് ബേൺഡ് ബ്രിക്കും. ബേൺഡ് ബ്രിക്കിൽ തന്നെ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ആൻഡ് ഫോർത്ത് ക്ലാസ്. ഇതൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതുവരെയല്ല പഠിച്ചത്? ക്ലിയർ അല്ലേ ഇവിടം വരെ? ക്ലിയർ അല്ലേ? അപ്പം അടുത്ത ഒരു മെറ്റീരിയലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ടിമ്പർ. അടുത്ത മെറ്റീരിയലാണ് എന്ത്? ടിമ്പർ. എന്താ ടിമ്പർ? നമ്മൾ കൺസ്ട്രക്ഷനിൽ കുറേ മരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. നമ്മൾ മരം എന്നല്ല പറയുക, വുഡിന് നമ്മൾ എന്താണ്, നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിന് ടിമ്പർ എന്നാണ് പറയുക. ഇൻട്രൊഡക്ഷൻ നോക്കാം. വുഡ് യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ പർപ്പസസ് ഈസ് നോൺ ആസ് ടിമ്പർ. എന്താ പറഞ്ഞേ? സ്ട്രക്ചറൽ പർപ്പസസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വുഡിന് നമ്മൾ എന്താണ് പറയുക? ടിമ്പർ. വുഡിന് നമ്മൾ ടിമ്പർ എന്നാണ് പറയുക, തടി അല്ലേ? വുഡ് എന്നല്ല നമ്മൾ പറയുക, ടിമ്പർ എന്നാണ് പറയുക. ക്ലിയർ ആണോ? സ്ട്രക്ചറൽ പർപ്പസിന് വേണ്ടി നമ്മൾ വുഡിനെ യൂസ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്? ടിമ്പർ. ടിമ്പർ എന്താണപ്പോൾ? വുഡിനെ സ്ട്രക്ചറൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന ടേമാണ് എന്ത്? ടിമ്പർ. ക്ലിയർ അല്ലേ? ഇൻ ഓർഡർ ടു എൻഹാൻസ് ആൻഡ് എക്കണോമൈസ് ദ എന്താ? അടുത്ത ചാപ്റ്റർ അല്ല, നമ്മൾ നെക്സ്റ്റ് അടുത്ത ഒരു മെറ്റീരിയലാണ് പഠിക്കുന്നത്. ഒന്ന് എവിടെ നിന്ന് ഈ സൗണ്ട് വരുന്നത്? ഈ സൗണ്ട് ഇന്നലെയും വന്നിരുന്നല്ലോ. ഇവിടെ നല്ല ചീവിടിന്റെ ശബ്ദം വരുന്നേ. ടീച്ചറെ വീട്ടിലെടുത്താണല്ലോ. ഓക്കെ, നമുക്ക് ക്ലിയർ ആക്കാം. 2 സിസ്റ്റം കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുമിച്ച്. ഏതെങ്കിലും നിന്റെ മൈക്രോഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാറും.
ഹലോ, ഓക്കെ ആയോ ഇപ്പോൾ? സൗണ്ട് വരുന്നുണ്ടല്ലേ? ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. സൗണ്ട് പോയോ? കേൾക്കുന്നുണ്ട്. സൗണ്ട് പോയോന്നാണ്, അതായത് ആ ഉണ്ടായിരുന്ന നോയ്സ് പോയോന്നാണ് ചോദിച്ചത്. അത് പോയി, നോയ്സ് പോയി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് സ്ട്രക്ചറൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വുഡിന് എന്താണ് പറയുക? ടിമ്പർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? In order to enhance and economize the utilization of wood, many wood-based products have been developed in a big way, like veneer, plywood, hardwood, particle board. എന്നാണ് പറഞ്ഞത്. ഈ വുഡിന് നമ്മൾ കുറേ പ്രൊഡക്ട്സ്, വുഡിൻ്റെ തന്നെ കുറേ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എന്താ? എൻഹാൻസ് ദ എക്കണോമൈസ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് വുഡ്. വുഡിന് നമ്മൾ ഉപയോഗിക്കാനായിട്ട് കുറേ വുഡിൻ്റെ പ്രൊഡക്ട്സിനെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വുഡിനെ ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ? വലിയ തടികളാണ്. അപ്പോൾ നമ്മൾ അതിനെ ഓരോരോ പ്രൊഡക്ട്സ് ആക്കി മാറ്റിക്കൊണ്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് എന്ത്? വിനീർ, പ്ലൈവുഡ്, ഹാർഡ്വുഡ്, പാർട്ടിക്കിൾ ബോർഡ്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഏതൊക്കെയാ? വിനീർ, പ്ലൈവുഡ്, ഹാർഡ് ബോർഡ്, പാർട്ടിക്കിൾ ബോർഡ്. ഓക്കെ, ഇത് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നുള്ളൂ. അടുത്ത നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എന്താ? ദ പ്രൊഡക്ട്സ് ഓഫ് വുഡ് ഫ്രം ഫീൽഡ് ട്രീസ് suitable for construction purposes are called timber. എന്താ? ഫെൽഡ് ട്രീസ്. അതെന്താ? അതായത് അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അത് വീഴുമല്ലോ. ഓരോ ട്രീക്കും ഇന്ന ഒരു ഡ്യൂറേഷൻ ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട് അല്ലേ? മനുഷ്യന്മാരുടെ ടൈം പീരീഡ് എത്രയാ? എത്ര പറയാ? എത്ര കാലം? എത്ര? 120. ഇപ്പൊ ആരെങ്കിലും എത്തുവോ? പിന്നെ ഇപ്പൊ ടൈം പീരീഡ് കൂടെ ചെയ്ത മുമ്പ് ഇത്ര ഉണ്ടായിരുന്നില്ല, 60 ആയിരുന്നു. ഇപ്പൊ 80 കണ്ടിട്ട് പോകും. അപ്പൊ മനുഷ്യന്മാരുടെ കേസ് പറയുമ്പോൾ അത്രയാണ് വരിക. മരങ്ങളുടെ കേസിൽ അതിന്റെ ടൈം പീരീഡ് തീരുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ അത്രയും കാലം ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, അതിന് സ്ട്രെങ്ത് കുറഞ്ഞ് വല്ല കാറ്റോ അല്ലെങ്കിൽ വേറെ മരങ്ങൾ വീഴുന്നതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മുറിക്കുന്നതായിരിക്കാം അല്ലേ? എന്ത് വേണേലായിരിക്കാം. അങ്ങനെ വീണെടുക്കുന്ന മരങ്ങൾ, വീണ് പോയിട്ടുള്ള മരങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും നമ്മൾ? അതിന് നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യും. അതാണ് എന്ത്? ടിമ്പർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചറൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അത് ടിമ്പറായിട്ട് മാറും. നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? കൺസ്ട്രക്ഷൻ പർപ്പസസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എവിടെയൊക്കെയാണ് ടിമ്പർ യൂസ് ചെയ്യുക? ആദ്യമൊക്കെ സ്കഫോൾഡിങ് കെട്ടാനൊക്കെ യൂസ് ചെയ്യായിരുന്നു അല്ലേ? സ്കഫോൾഡിങ് കെട്ടാനൊക്കെ ആയിട്ട് കൺസ്ട്രക്ഷൻ വർക്കിന് യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഫർണിച്ചേഴ്സ്, അതുപോലെ ഡോറിൻ്റെ ഫ്രെയിം, വിൻഡോൻ്റെ ഫ്രെയിം,
അതായത് ഡോറിൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ കട്ടിള, അതുപോലെ വിൻഡോൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ വിൻഡോൻ്റെ ഫ്രെയിമിങ്ങൾ. ഓക്കെ, അതിനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ടിമ്പർ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടിമ്പർന്ന്. വുഡിനെ നമുക്ക് വേണ്ട രീതിയിൽ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? ടിമ്പർ. ക്ലിയർ അല്ലേ? ഫെൽഡ് ട്രീസ് കേട്ടോ. ഫെൽ. അടുത്തെന്താണ്? വുഡിൻ്റെ ലേഔട്ടാ. അതായത് നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് അതിന് കാണിച്ചിരിക്കുക. ആദ്യത്തെ ഫിഗർ നോക്കിയേ. ഇങ്ങനെ ഒരു വുഡ് തന്നിട്ട് അതിന് കാണിച്ചിരിക്കുക. എന്താ? സെൻട്രലുള്ള പോർഷൻ പറയുന്ന പേര് പിത്ത്. PITH, പിത്ത്. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ഈ ഒരു പോർഷൻ മൊത്തം ഹാർട്ട് വുഡ്. എന്താ പറയുക ഇതിനെ? വുഡിൻ്റെ ഹാർട്ട് പോർഷൻ. ക്ലിയർ ആയോ? കൂടുതൽ സ്ട്രെങ്ത് ഉള്ള പോർഷൻ അതായിരിക്കും അല്ലേ? സ്ട്രെങ്ത് നമ്മൾ മറ്റേ കാതലുള്ള ഭാഗം എന്നൊക്കെ പറയും. ആ, എന്നത് പറയാ ഹാർട്ട് വുഡ്. സെൻട്രൽ പോർഷന് നമ്മൾ പിത്ത് എന്ന് പറയും. അതിന് ചുറ്റും വരുന്നതിന് ഹാർട്ട് വുഡ് എന്ന് പറയും. പിന്നെന്താണ്? അതിന് ചുറ്റും വരുന്ന പോർഷൻ എന്താ പറയാ? സാപ്പ് വുഡ്. എന്താ പറയാ? സാപ്പ് വുഡ്. ക്ലിയർ അല്ലേ? സാപ്പ് വുഡ്. പിന്നെന്താണ്? സാപ്പ് വുഡിന് പുറത്ത് എന്തുണ്ട്? ഒരു കാമ്പിയം എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. കാമ്പിയം ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് എന്ത്? ബാർക്ക്. ഈ ബാർക്കിന്റെ പ്രത്യേകത എന്താ? അതായത് പുറത്തുള്ള ഷെല്ലതിൻ്റെ. ക്ലിയർ ആയോ? രണ്ട് ടൈപ്പ് നമുക്ക് ബാർക്കുകൾ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് അതിൽ ജീവനുള്ളതും ഒന്ന് ജീവനില്ലാത്തതെന്നും പറയും. നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഏതിൻ്റെയൊക്കെ അങ്ങനെ നിൽക്കണ കണ്ടിട്ടുള്ളത്? തേക്ക് അല്ലേ? തേക്കിൻ്റെ ഒക്കെ പുറത്തൊരു ഷെല്ലിങ്ങനെ പൊളിഞ്ഞു പോകുന്ന രീതിയിൽ നിൽക്കണ കണ്ടിട്ടില്ലേ? അതൊക്കെ ഡെഡ് ബാർക്കാണ്. അതായത് അതിന് ജീവനില്ലാത്തതാണ്. അതൊക്കെ ഇങ്ങനെ ഒരു കാലം കഴിയുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞു പോവും. അതുപോലെ തന്നെ എന്തുണ്ട്? ലൈവ് ബാർക്ക് ഉണ്ട്. അതിന് എന്താണ്? ജീവനുള്ളതാണത്. ആ പോർഷൻ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. ഓക്കെ, ബാർക്കിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഇതാണ് ഫസ്റ്റത്തെ ഫിഗറിൽ വരുന്നത്. രണ്ടാമത്തെ ഫിഗർ നോക്കാം. രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് എന്താ? ബാർക്ക്. ഇത് പിത്ത്. സെൻട്രൽ പോർഷൻ പിത്ത് അല്ലേ? പിത്ത്. പിന്നെന്താ വരുന്നത്? ഹാർഡ് വുഡ്. നമ്മൾ പറഞ്ഞത് തന്നെ ഹാർഡ് വുഡിൻ്റെ പോർഷൻ. ക്ലിയർ അല്ലേ? പിന്നെന്താണ്? ഗ്രോത്ത് റിങ്സ്. എന്താ? ഗ്രോത്ത് റിങ്സ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു വുഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണുമ്പോൾ ഇങ്ങനെ ഓരോ റിങ്ങുകളായിട്ട് കാണാറുണ്ട് അല്ലേ? അതിനെന്താണ് പറയുക? ഗ്രോത്ത് റിങ്സ്. ഇതിന് പെട്ടെന്ന് ഗ്രോത്ത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിന് ഗ്രോത്ത് സംഭവിക്കുമ്പോഴാണ് എന്ത്? നമ്മുടെ ടിമ്പറിൻ്റെ വുഡിൻ്റെ തടി കുറച്ചും കൂടിയും എക്സ്പാൻഡ് ചെയ്ത് വണ്ണം വെച്ച് വരുന്നത്. എന്തിലുള്ള ഗ്രോത്താ? റിങ്. ക്ലിയർ ആയോ? ഈ റിങ്ങുകൾ വലിപ്പം വയ്ക്കുന്നതുകൊണ്ടാണ് മരം വണ്ണം വെച്ച് വരുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അതുപോലെ ഇങ്ങനെ ഓരോ വരകൾ കണ്ടില്ലേ ഇവിടെ? ഇങ്ങനെ
കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടോ? കാണുന്നില്ലേ? അതിൽ കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് മെഡുലറി റേ. മെഡുലറി റേ അതായത് നമ്മൾ കാണുന്ന ഈ ഗ്രോത്ത് റിങ്സ് ഇല്ലേ, ഗ്രോത്ത് റിങ്സിന് എക്രോസ് ആയിട്ട് വരുന്നതാണ് എന്ത്? ക്രോസ് ആയിട്ട് ഇങ്ങനെയാണ് നമുക്കിത് വരിക. എന്ത് വരിക? റിങ്ങുകൾ അല്ലേ? ആ റിങ്ങുകൾക്ക് എക്രോസ് ആയിട്ടാണ് എന്ത് വരിക? ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് എന്ത് വരിക? മെഡുലറി റേ. മെഡുലറി റേ. പിന്നെന്താണ് വരുന്നത്? അതിൽ തന്നെ സാപ്വുഡിൻ്റെ പോർഷനും കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ കാമ്പിയം ലെയർ. കാമ്പിയം ലെയറിന് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ലൈവ് ബാർക്ക് വരുന്നത്. അതായത് ജീവനുള്ള തൊലി ഭാഗം, ഉള്ളിലുള്ള തൊലിയുടെ ഭാഗം ജീവനുള്ളത്. പിന്നെ ഏറ്റവും പുറത്താണ് എന്ത്? എന്താ? അതായത് ഈ ഹാർട്ട് വുഡ് ഇല്ലേ, ഹാർട്ട് വുഡ് കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ, അതായത് ഹാർട്ട് വുഡിനും കാമ്പിയത്തിനും ഇടയിലുള്ള പോർഷൻ. ഇതിന് ശരിക്കും കളർ കാണാൻ പറ്റും. കണ്ടോ ഫസ്റ്റത്തെ ഫിഗറില്? അതായത് ഇങ്ങനെ, അതായത് നമുക്കിങ്ങനെ ഒരു ഹാർട്ട് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാതലുള്ള ഭാഗം ഒരു ചെറിയൊരു കളർ ചേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും. അതന്നെ. അതായത് എല്ലാ മരത്തിലും ഇത്ര അധികം കളർ ചേഞ്ചിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഒരു വിധത്തിലൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കളർ ചേഞ്ച് വെച്ചാൽ അത് മനസ്സിലാവും. ഈ ഹാർട്ട് വുഡാണ് ശരിക്കും കാതലുള്ള ഭാഗം, ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഭാഗം. ഓക്കെ. ആ ഹാർട്ട് വുഡിനും എന്താ? ഹാർട്ട് ഹാർഡ് അല്ല, ഹാർട്ട്. ഹാർട്ട് HEART. ഹാർഡ് അല്ല കേട്ടോ, ഹാർട്ട് വുഡ്. ഹാർട്ട് വുഡിനും കാമ്പിയത്തിനും ഇടയിലുള്ള പോർഷനാണ് എന്ത്? സാപ്പ് വുഡ്. ഓക്കെ. അതുപോലെ സാപ്പ് വുഡ് പറഞ്ഞു, ഹാർഡ് വുഡ് പറഞ്ഞു, അല്ല ഹാർഡ് അല്ല, ഹാർട്ട് വുഡ് പറഞ്ഞു. പിന്നെയാണ് നമ്മൾ പറഞ്ഞ ബാർക്ക് വരുന്നത്. ഒന്ന് ലൈവ് ബാർക്കും ഏറ്റവും പുറത്തുള്ളത് ഡെഡ് ബാർക്കും. ഈ ഡെഡ് ബാർക്സ് ഇടയ്ക്ക് ഇങ്ങനെ പൊളിഞ്ഞു പോവും, ജീവനില്ലാത്തതാണത്. ഓക്കെ. അത് ഓരോരോ ക്ലൈമറ്റ് വരുമ്പോഴും ഈ മരം തന്നെ ചെയ്യുന്നതാണ് പുതിയ തൊലി ഉണ്ടാവാനായിട്ട്. ഓക്കെ. ഒന്നും മ്യൂട്ടാക്കൂ. അതായത് ഓരോരോ സീസൺസിലും മരം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഡെഡ് ബാർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് പുതിയ തൊലി ക്രിയേറ്റ് ചെയ്ത് വരാനായിട്ട്, പുറത്തുള്ള ആ ഭാഗം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. കാമ്പിയം ലെയർ എന്ന് പറഞ്ഞാൽ ഈ ബാർക്കിൻ്റെ പോർഷൻ, അതായത് ബാർക്കിനും സാപ്പ് വുഡിനും ഇടയിലുള്ള ഒരു ലെയർ. ഓക്കെ. ക്ലിയർ അല്ലേ? ഇത്രയാണ് ക്രോസ് സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ ആവുന്ന ഒരു പിക്ചറും കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ ക്ലാസ് കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞാൻ ഈ സ്ലൈഡിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് അയച്ചു തരാം. ഓക്കെ. വിശദീകരിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയൊന്നും പറയാറില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഇതിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇതിന്ന് മെയിനായിട്ട് ചോദിക്കിയത് കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ നിന്നാണ്. അടുത്ത നമ്മൾ പറഞ്ഞു, നമ്മൾ കുറേ ഫോംസിൽ വുഡിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അല്ലേ? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടിമ്പറിനെ കുറേ ഫോംസിലേക്ക് നമ്മൾ ആക്കണമെന്ന് പറഞ്ഞു അല്ലേ? വലിയ തടികളെ നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ
ആക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ പറഞ്ഞത് വിനീറാണ്. എന്താ? വിനീർ. വിനീർ എന്താണ്? There are the thin sheets of wood. എന്താണ്? തിൻ ഷീറ്റ്സ്. എന്താ തിന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടി കുറഞ്ഞത് അല്ലേ? കട്ടി കുറഞ്ഞത് തിന്നാണ്. കൂടുതലുള്ളതോ? കുറഞ്ഞത് തിന്നാണ്. കട്ടി കൂടുതലുള്ളതിന് തിക്കെന്ന് പറയും. ഓക്കെ. തിന്നെന്ന് വെച്ചാൽ അത്രയും നേരിയത്. ക്ലിയർ അല്ലേ? തിൻ ഷീറ്റ്സ് of wood of superior quality. The thickness of wood varies from 0.4 mm to 6 mm. 0.4 mm to 6 mm വരെയാണ് എന്തിൻ്റെ തിക്നെസ്? വിനീറുകളുടെ തിക്നെസ്. ആ, ക്ലിയർ അല്ലേ? വിനീർ എന്താണെന്നുള്ളത്. അതായത് തിന്നായിട്ടുള്ള വുഡിൻ്റെ തിന്നായിട്ടുള്ള എന്താ മ്യൂട്ടാക്കൂ. വുഡിൻ്റെ ഭയങ്കര തിന്നായിട്ടുള്ള ഷീറ്റ്സിൻ്റെ ഫോമാണ് എന്ത്? വിനീർ. അത് സുപ്പീരിയർ ക്വാളിറ്റിയിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ. അതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് പറഞ്ഞേ? 0.4 mm ടു 6 mm വരെയാണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. ക്ലിയർ? ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. ഓക്കെ. ഈ ഫോംസിലൊക്കെ ആക്കിയിട്ട് നമ്മളേ ഈ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഇല്ലേ, ആ അതൊക്കെ അതിൻ്റെ ഒരു ഫോർമാറ്റിലാണ് വരിക വിനീറിൻ്റെ. ആ, അതായത് അധികം സ്ട്രെങ്ത് ഉള്ള എന്താ ആ അതായത് അധികം നമ്മൾ സ്ട്രെങ്ത് ഉള്ള വുഡുകളൊന്നും യൂസ് ചെയ്യാറില്ല. മനസ്സിലായോ? ഈ ഇതുപോലെ തന്നെ തീപ്പെട്ടിയില്ലേ, തീപ്പെട്ടിയുടെ കോല് കണ്ടിട്ടില്ലേ? ആ, അതിനൊക്കെ അതായത് ആ തീപ്പെട്ടിയുടെ അതിനും അതുപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്ക്, പിന്നെ ഐസ്ക്രീം ഇങ്ങനെ കോരി കഴിക്കുന്ന സ്പൂണുകളില്ലേ, വുഡിൻ്റെ സ്പൂണുകളൊക്കെ ഇപ്പോൾ വരുന്നില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റിയിട്ട് ഇപ്പോൾ വുഡിൻ്റെയാണ് വരുന്നത് അല്ലേ? അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഇതുപോലെ വിനീറുകളുടെ ഫോമിലാക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് മെഷീനിലിട്ട് അത്രയും തിൻ ലെയറുകളാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അതാണ് വിനീർ. അതുപോലെ അടുത്തത് വരുന്നതാണ് എന്ത്? പ്ലൈവുഡ്. പ്ലൈവുഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കാണാത്തവർ ഫിഗർ നോക്കുക. ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. പ്ലൈവുഡ് എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ? ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്ലൈവുഡ്സ് എന്താണെന്ന് നോക്കാം. പ്ലൈവുഡ് ബോർഡ് വിച്ച് ഹാവ് പ്രിപ്പയർഡ് ഫ്രം തിൻ ലെയേഴ്സ് ഓഫ് വുഡ്. ഇതും തിൻ ലെയേഴ്സ് ഓഫ് വുഡ് തന്നെയാണ്. ഓർ വിനീർ. തിൻ ലെയേഴ്സ് ഓഫ് വുഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വിനീറുകളും പ്ലൈവുഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? വിനീർ 3 or more veneers are one above and they are held in position by applications of suitable adhesive while being glued. The pressure may be applied on the veneer. എന്താ ചെയ്യുക ഈ പ്ലൈവുഡ് ഉണ്ടാക്കാനായിട്ട്? ഒന്നുമില്ലെങ്കിൽ തിൻ ലെയേഴ്സ് ആയിട്ടുള്ള വുഡ്. എക്സാമ്പിൾ വിനീറാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. തിൻ ലെയേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നതിനെ വിനീർ എന്നാണ് പറയുക. അല്ലെങ്കിൽ ഇതുപോലെ തിൻ ലെയേഴ്സ് ആക്കിയിട്ടുള്ള വുഡിനെ ഒരുമിച്ച് ചേർത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഗ്ലൂ ചെയ്യും. കണ്ടോ ഇതിലെ കളർ ചേഞ്ച് കണ്ടോ നിങ്ങൾ? കണ്ടോ? അത് ഓരോ വിനീറുകളും കണ്ടോ? ഇതൊരു വിനീറാണ്, ഇതൊരു വിനീർ. കണ്ടോ? അങ്ങനെ അങ്ങനെ
ഷീറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാ, ഗ്ലൂ ചെയ്ത് പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഗ്ലൂ ചെയ്തെടുക്കുന്ന ഇതിനെയാണ് പ്ലൈവുഡ് എന്ന് പറയുക. അതൊന്നില്ലെങ്കിൽ വിനീറുകളായിരിക്കാം, അല്ലെങ്കിൽ തിൻ ലെയേഴ്സ് ആക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വുഡിൻ്റെ ഷീറ്റുകളായിരിക്കാം. ഏത് വേണമെങ്കിലും ആവാം. ഇതിൽ കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. കണ്ടോ, ഓരോന്നിനും ഓരോ കളറുകളാണ്. കണ്ടോ, കളർ ചേഞ്ച് ആയിട്ട്. ക്ലിയർ ആയോ? അതായത് പ്ലൈവുഡ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത്, തിന്നായിട്ടുള്ള ലെയർ ഓഫ് വുഡ് അല്ലെങ്കിൽ വിനീർസ്, 3 അതിലധികമോ വിനീർസ് നമ്മൾ എന്ത് ചെയ്യും, ഒരേ സൈസിലാക്കിയതിന് ശേഷം അതിന് നമ്മൾ ഗ്ലൂ ചെയ്ത് ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. എന്നാലും അത് കറക്റ്റായിട്ട് എന്താവുള്ളൂ, ഒട്ടി നമുക്ക് വേണ്ട പ്ലൈവുഡ് ഫോമിലേക്ക് ആവുള്ളൂ. ഓക്കെ, എല്ലായിടത്തും ഒരേപോലെ ഗ്ലൂ ചെയ്ത് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട പ്ലൈവുഡിൻ്റെ ഫോമിലേക്ക് ആക്കി മാറ്റുന്നു. ക്ലിയർ ആയോ? ആ, ഈ പ്ലൈവുഡിനെ ആദ്യം പൾപ്പാക്കിയിട്ടല്ലേ, മരത്തിന് പൾപ്പാക്കിയിട്ടല്ലേ ഇതുപോലെ ഷീറ്റ് ആക്കുന്നത്? അല്ലല്ലോ. അല്ലാതെ എങ്ങനെ ഇത്രയും വീതിയിലുള്ള മരം ഇവിടെ നിന്ന് കിട്ടാനാ? അത് ഷീറ്റുകൾ റൗണ്ട് ചെയ്തിട്ടാണ്, മെഷീനിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കണ്ടിട്ടില്ലേ? അതായത് ഒരു മെഷീനിൽ ഇങ്ങനെ ആ വുഡ്, നമുക്ക് ഇത്ര തടിയുള്ള ഒരു വുഡ് കയറ്റി വെച്ചു, അതിങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇതുപോലെ ഷീറ്റുകളാക്കി കണ്ടിട്ടില്ലേ വീഡിയോ? ആ, പീല് നമ്മളിങ്ങനെ, നമ്മളിപ്പോൾ ഒരു ആപ്പിളിന്റെ തൊലി ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക, കണ്ടില്ല? അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇതിൽ വരില്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാ, കുക്കുംബറൊക്കെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ 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 റൗണ്ടിൽ ഇങ്ങനെ വലിയൊരു ഷീറ്റ് പോലെയായിട്ട് നമുക്ക് അതിനെ ആക്കാൻ പറ്റും പീൽ ചെയ്തിട്ട്. ആ, തീപ്പെട്ടി ഉണ്ടാക്കണ വീഡിയോ ശരിക്കും കാണുകയാണെങ്കിൽ അതിൽ ശരിക്കും പറയുന്നുണ്ട് ഈ വിനീർസ് ഉണ്ടാക്കുന്നത്. ആ, അതായത് അധികം സ്ട്രെങ്ത് ഇല്ലാത്ത മരങ്ങളൊക്കെ വെച്ചിട്ട്, വേസ്റ്റ് വരുന്ന മരങ്ങളുടെ ആണ് കൂടുതൽ യൂസ് ചെയ്യുക. ആ, അതായത് അധികം കാതലില്ലാത്ത, പെട്ടെന്ന് വീഴുന്ന, കാറ്റൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് വീഴുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റ്. അതായത് നമുക്ക് സ്ട്രെങ്ത് കുറവുള്ള മരങ്ങൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്തതുകളുണ്ട് അല്ലേ? നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്ത മരങ്ങൾ, നമുക്കത് നല്ല ഫർണിച്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ മരങ്ങളാണ് കൂടുതലും ഇങ്ങനെ ചെയ്യുക. അങ്ങനത്തെ മരങ്ങളൊക്കെ നമുക്ക് ഈ ഫോമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താ ആ, ഓക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം, ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ കേട്ടോ. ഞാൻ വിചാരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അറിയുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു മെഷീനിൽ വെച്ച് ഇങ്ങനെ കറക്കും. അതായത് നമ്മൾ ഈ മില്ലുകളില്ലേ ടിമ്പറിൻ്റെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് വന്ന മരം ഇങ്ങനെ മെഷീനിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയും. ആദ്യം ഇങ്ങനെ കറക്കി 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 അല്ലേ? അതുപോലെ തന്നെ ഇതുപോലെ കറക്കി കറക്കിയിട്ടാണ് ഇവർ പീൽ ചെയ്തെടുക്കുക. ഓക്കെ, അവരെന്നിട്ട് ഏറ്റവും അവസാനം ഈ ഹാർഡ് വുഡിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോർഷനിലാകുമ്പോൾ അവർ നിർത്തും. ബാക്കി സെൻറ്റർ പോർഷനിൽ പിത്ത് വരുന്ന പോർഷൻ അവർ നിർത്തും, കറക്കി കറക്കി. അങ്ങനെയാണ് ഇത്രയും 3 ഷീറ്റുകളായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ വിനീറുകൾ ഉണ്ടാക്കിയതിന് ശേഷം ഒന്നില്ലെങ്കിൽ വിനീറായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വിനീർ പോലെ തിന്നായിട്ടുള്ള ലെയേഴ്സിൽ കട്ട് ചെയ്തിട്ട് വരുന്ന പീൽ ചെയ്തിട്ട് വരുന്ന വുഡുകളായിരിക്കാം ഒരുമിച്ച് ചേർത്ത് ഗ്ലൂ ചെയ്ത് പ്രഷർ കൊടുത്ത് നമ്മൾ എന്താക്കി മാറ്റും, പ്ലൈവുഡിൻ്റെ ഫോമിലേക്ക് ആക്കി മാറ്റും. അതാണ് എന്ത് നമ്മൾ പ്ലൈവുഡായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് പ്ലൈവുഡ് അല്ലേ? അടുത്ത എന്താണ്, ഫൈബർ ബോർഡ്സ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കുറേ നനഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടി പൊടിയായിട്ട് പോവും. ആ,
കാർഡ്ബോർഡ് പോലെ വരുന്ന അതിനാണ് എന്നിട്ട് പറയുക ഫൈബർ ബോർഡ്സുകൾ. കൂടുതൽ നനഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടി പൊടിയായിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കണ്ടിട്ടുണ്ടാവല്ലോ. അതായത് നമ്മൾ ഫോട്ടോ ഫ്രെയിംസിൻ്റെ ഒക്കെ ബാക്കിൽ വെക്കുന്ന ഒരു ടൈപ്പ് ഫൈബർ ബോർഡ്സ്. ഓക്കെ, പഴയ ആദ്യത്തെ ഫോട്ടോ ഫ്രെയിമുകളിലൊക്കെ നോക്കിയാൽ അറിയാം ഇതായിരിക്കും അതിൻ്റെ ബാക്കിലുണ്ടായിരിക്കുക. മനസ്സിലായോ? ഇപ്പോൾ എന്താണ് ഫൈബർ ബോർഡ്സ്? ആ, വുഡ് തന്നെയാണ്. ഇല്ല, വൈക്കോലിൽ നിന്ന് ഉണ്ടാക്കുന്നൊന്നുമില്ല. നമുക്ക് ടിമ്പറിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. നോക്കാം എന്താ ഫൈബർ ബോർഡ്സ് നോക്കാം. ദീസ് ആർ റിജിഡ് ബോർഡ്സ് ആൻഡ് ദേ ആർ ഓൾസോ നോൺ ആസ് പ്രസ്ഡ് വുഡ്. എന്താ പ്രസ്ഡ് വുഡ് പറയുന്ന വേറൊരു പേരാണ് എന്ത്? പ്രസ്ഡ് വുഡ്. ഈ ഫൈബർ ബോർഡ്സ് നമ്മളൊരു അത്യാവശ്യം പ്രഷറിൽ ഇങ്ങനെ പിടിച്ച് ഒടിക്കുകയാണെങ്കിൽ അത് ഒടിഞ്ഞു പോവും. കണ്ടിട്ടുണ്ടോ? ഒരു പ്രഷറിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അതിങ്ങനെ ഒടിക്കാൻ നോക്കുകയാണെങ്കിൽ അത് ഒടിഞ്ഞു പോവും. ഇതാണ് പറയുന്നത് റിജിഡ് ബോർഡ്സ് ദേ ആർ ഓൾസോ നോൺ ആസ് പ്രസ്ഡ് വുഡ്. എന്താ ദ തിക്നെസ് വേരീസ് ഫ്രം 3 mm to 12 mm. 3 mm to 12 mm. ക്ലിയർ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ദേ ആർ അവൈലബിൾ ഇൻ ലെങ്ത് വേരീസ് 3 meter to 4.5 meter വരെ ലെങ്ത്തിൽ കിട്ടും. അതിൻ്റെ വിഡ്ത്ത് എത്രയിൽ കിട്ടും? 1.2 meter to 1.8 meter വരെയൊക്കെ. ഓക്കെ, ക്ലിയർ ആയോ? ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട് എത്രയാ? 3 meter തൊട്ട് 4.5 meter വരെ. വിഡ്ത്ത് 1.5 meter തൊട്ട് 1.8 meter വരെ. പിന്നെ അതിൻ്റെ തിക്നെസ് പറഞ്ഞിട്ടുണ്ട് 3 mm to 12 mm വരെയാണ് തിക്നെസ് വരിക. ക്ലിയർ ആയോ ഫൈബർ ബോർഡ്സിൻ്റെ കേസ്? 4.5. ഇതെങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നത്? എന്താ? ഇത് വുഡിൻ്റെ പ്രൊഡക്റ്റ് തന്നെ. വുഡിൽ നിന്ന് നമ്മൾ മെഷീനിലൊക്കെ ഇട്ട് വരുന്നത്. ഇത് വിനീർസുകളുടെ ഫോമിലാക്കുകയല്ല ചെയ്യുക. എന്താ? ആ, അതായത് ഈ മരത്തിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളില്ലേ, അതായത് സ്ട്രെങ്ത് കുറവുള്ള നമുക്ക് യൂസ് ചെയ്യാത്ത വേസ്റ്റ് ഭാഗങ്ങളെ എന്ത് ചെയ്യും? ഒരു മിക്സിങ്, അതായത് ഒരു വേറെ മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ബോർഡുകളാക്കി എടുക്കുകയാണ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നനയുമ്പോൾ അതിങ്ങനെ പൊടി പൊടിയായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ സാധാരണ വുഡുകളൊന്നും അങ്ങനെ നനയുമ്പോൾ അങ്ങനെ പോവില്ലല്ലോ. ഇങ്ങനെ മാനുഫാക്ചറിങ് ഒന്നും പഠിക്കാനില്ല. ഇത് എന്താണെന്നുള്ളത് ഞാൻ എക്സാമ്പിൾ അതിൽ തന്നിട്ടുണ്ടായിരുന്ന കാരണം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ലേ വുഡ്സിൻ്റെ കുറച്ച് ഫോമുകൾ, വിനീർ, പ്ലൈവുഡ്, ഹാർഡ് വുഡ്. ശരിക്കും പഠിക്കാനില്ല, ഞാനിങ്ങനെ എക്സാമ്പിൾ പറഞ്ഞ കാരണം എന്താണെന്നുള്ളത് കാണിച്ചു തന്നതാണ്. അറിയണ്ടേ ഒരു ടിമ്പറിൻ്റെ ഏതൊക്കെ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, എന്താ ലെങ്ത്ത്, വിഡ്ത്ത്, അതുപോലെ അതിൻ്റെ തിക്നെസ്സും.
ഈ ക്ലാസ് തിയറിയില്ലേ, ട്രേഡ് തിയറിയില്ലേ, പറഞ്ഞോ. ഇതിന് ഫസ്റ്റ് നമ്മൾ ഈ ബോൾഡറിന്റെ ഡീറ്റെയിൽസ് എടുത്തു, പിന്നെ സെക്കൻഡ് ബ്രിക്കിന്റെ ഡീറ്റെയിൽസും, തേർഡ് ആണ് ടിമ്പറിന്റെ ഇതും വരുന്നത് അല്ലേ? അതെ, മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, അതായത് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മെറ്റീരിയലായിട്ട് പഠിച്ചു പോവാണ്. അല്ലെ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ഇതാണ്, അതായത് ബോൾഡർ ആണ് അല്ലേ? സ്റ്റോൺ, റോക്ക്, അതിനുശേഷമാണ് ബ്രിക്ക് പഠിച്ചത്. അതിനുശേഷം ഇപ്പോൾ ടിമ്പർ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വുഡിൻ്റെ പ്രൊഡക്ട്സ് പഠിച്ചു. വിനീർ, പ്ലൈവുഡ്, ഫൈബർ ബോർഡ്. ഓക്കെ, ആ, ഇനി എന്താണ് ഡിഫക്റ്റ് ഇൻ ടിമ്പർ? ഡിഫക്റ്റ് ഇൻ ടിമ്പർ എന്താ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? പോരായ്മ എന്ന് പറഞ്ഞാൽ അതിനെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാ. എന്താ? ഡിഫക്റ്റ് ആയത് കേടുകൾ അല്ലേ, കേടുപാടുകൾ. അപ്പം നമ്മൾ ടിമ്പറിൽ വരുന്ന കേടുപാടുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ടിമ്പറിൽ വരുന്ന കേടുപാടുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. എന്താ? ഒന്നാമത്തെ നോട്ട് ചെയ്യാം. ഇന്ന് ഈ ഡിഫക്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എനിക്ക് കുറച്ച് ഒരു അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ക്ലാസ് നിർത്തുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടോപ്പിക് കൂടിയാണ് ക്ലാസ് എടുക്കുന്നുള്ളൂ കേട്ടോ. അല്ല, ഇന്ന് വേറെ ഒരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകേണ്ട കാരണം നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഡിഫക്റ്റ് ഇൻ ടിമ്പർ, അതായത് വരുന്ന കേടുപാടുകൾ, ടിമ്പറിൽ വരുന്ന കേടുപാടുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാ? ഒന്നാമത്തെ ഹാർട്ട് ഷേക്ക്. നമ്മളൊരു ടിമ്പറിൽ നമ്മൾ ഈ പോർഷൻ പഠിച്ചില്ലേ, എന്താ? ഹാർട്ട് വുഡ്. ഹാർട്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് എന്ത്? ഹാർട്ട് ഷേക്ക്. അതുപോലെ തന്നെ എന്താണ്? റിംഗ് ഷേക്ക്. നമ്മൾ ഹാർട്ടിൻ്റെ പോർഷനും പഠിച്ചു, അതുപോലെ റിങ്ങും പഠിച്ചില്ലേ, റിംഗ് ഷേക്ക്. അതുപോലെ തന്നെ വരുന്നതാണ് കപ്പ് ഷേക്ക്. എന്താ? കപ്പ് ഷേക്ക്. പിന്നെ വരുന്നതാണ് എന്ത്? റേഡിയൽ ഷേക്ക്, റേഡിയൽ ഷേക്സ്. പിന്നെ വരുന്നതാണ് നോട്ട്. നോട്ട് കേട്ടിട്ടുണ്ടോ? കെ സൈലൻ്റ് ആണ്, നോട്ട്സ് എന്നാ പറയുള്ളൂ കേട്ടോ. നോട്ട് കെ സൈലൻ്റ് ആണ്, നോട്ട് എന്നാ പറയുള്ളൂ. ഓക്കെ, നോട്ട് എന്നൊന്നും പറയാൻ നിൽക്കരുത്. നോട്ട് കെ സൈലൻ്റ് ആയിട്ട് വേണം പറയാം, നോട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ, പിന്നെ വരുന്നതാണ് ഡ്രക്സിനസ്. ഡ്രക്സിനസ് എന്താ? ഡ്രക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രക്സിനസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയകൾ, അതുപോലെ അറ്റ്മോസ്ഫിയറിൻ്റെ ഏജൻസീസ്, അതായത് മഴയത്തും കാറ്റ്, അതുപോലെ സ്നോ, അതൊക്കെ വരില്ലേ, അതുകൊണ്ടൊക്കെ ഉണ്ടാവുമ്പോൾ ബാക്ടീരിയൽ, ഫംഗസ് പോയോ? വരാറുണ്ടല്ലോ. വന്നു. അപ്പോൾ ഡ്രക്സിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള ബാക്ടീരിയകൾ, ഫംഗസുകൾ, അതിൻ്റെ റിയാക്ഷൻ്റെ ഫലമായിട്ട് വരുന്നതാണ് എന്ത്? ഡ്രക്സിനസ്. ഓക്കെ, ഇപ്പോൾ മരങ്ങൾ, ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞതിന് ശേഷം വഴുക്കൽ, പൂപ്പായികൾ, അങ്ങനത്തെ കാര്യങ്ങൾ വരാറില്ലേ, ഫംഗസ്, ബാക്ടീരിയകളുടെ റിയാക്ഷൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. ഓക്കെ, നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ മരം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനൊരു മരം, ഇങ്ങനൊരു റൗണ്ടിലൊരു ഷേപ്പ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇങ്ങനെ 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 കണ്ടിട്ടില്ലേ? അല്ല, ഈ നടുക്കിലുള്ള ആ ഒരു പോർഷൻ ഇല്ലേ,
അല്ല ഈ മരത്തിന്റെ ചുള്ളിയല്ലേ പറയാലേ ഗ്രൈൻസ് ആണോ? ഗ്രേപ്സ് അല്ല വുഡിന്റെ ഗ്രൈൻസ് ആണോ? അത് അല്ലല്ലേ. അതായത് നമ്മള് ഈ വുഡിന്റെ ഈ ഇതില്ലേ, അതിനെന്താ പറയാ, കവരകൾ വരുന്ന പോർഷൻ ഇല്ലേ, ആ അവിടെയും വരും, അവിടെ നോട്ടുകൾ വരും. അതല്ലാതെ ഇതുപോലെ ഒരു സെൻറ്റർ പോർഷൻ എന്തെങ്കിലും വന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ഡാർക്ക് കളറിൽ ഇങ്ങനെ വന്നിട്ട് വുഡിന്റെ ബാക്കിയുള്ള പോർഷൻസ് വരും. ആ ഇതിൽ ഞാൻ ഫിഗർ കാണിച്ചിട്ടില്ല, വേണമെങ്കിൽ കാണിച്ചു തരാം. ചില്ലകളല്ല, ചില്ലകൾ നമ്മൾ ശരിക്കും വരുന്നത് അത് അതിൻ്റെ ബ്രാഞ്ചസ് വരുന്നതാ, കവരൊക്കെ വരുന്നതാ. അതല്ലാതെ നോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. അതിന്റെ ആഹാരം പാകം ചെയ്യുന്ന സ്ഥലമാണ്. ഇതേ കണ്ടോ, ആരവിടെ കണ്ടോ, ഇതുപോലൊരു ബ്ലാക്ക് കളറില് ഇത് കണ്ടോ, കണ്ടോ, തേക്കിലൊക്കെ കാണാൻ പറ്റും. ആ നമ്മള് ടെക്നിക്കലി നമ്മൾ അതിന്റെ നോട്ട്സ് എന്ന് പറയും, നോട്ട്. കണ്ടോ ഒരു വിധല്ല, ആ ദേ ഇതുപോലെയൊക്കെ തേക്കില് കാണാൻ പറ്റും, കണ്ടോ. അത് നമ്മള് ശരിക്കും വുഡ് നമ്മൾ കട്ട് ചെയ്ത പോർഷനിലൊക്കെ ശരിക്കും കാണാൻ പറ്റും. കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ പലകകള് തട്ടുകളൊക്കെ ആക്കില്ലേ, ആ കട്ട് ചെയ്ത പോർഷനിലൊക്കെ ഇതുപോലെ കാണാൻ പറ്റും, കണ്ടോ. ആ നോട്ട്, കെ സൈലന്റ് ആക്കിയിട്ട് നോട്ട് എന്ന് പറയും. തേക്കിലൊക്കെ നമുക്ക് നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട്, അതായത് കട്ട് ചെയ്യൊന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റും. ആ ടീക്കില്, ബെൻ ടീക്കിലൊക്കെ കാണാറുണ്ട്. ബെൻ ടീക്ക്, നോർമൽ ടീക്ക് അതിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, ഇതാണ് നോട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഹാർട്ട് ഷേക്ക്, ഹാർട്ട് ഷേക്ക് അതായത് എന്താ, ഹാർട്ട് വുഡിൻ്റെ പോർഷനിൽ വരുന്ന റേഡിയൽ ആയിട്ടുള്ള, അത് ഞാൻ എടുത്തു തരാം കേട്ടോ. അതുപോലെ കപ്പ് ഷേക്സ്, കപ്പ് അല്ല റിംഗ് ഷേക്സ്, നോക്കിയേ റിങ്ങുകൾ നമ്മൾ പറഞ്ഞു. ആ റിങ്ങുകൾ എന്ത് സംഭവിക്കും, അതിന് ആ ഓരോ റിങ്ങുകളും നശിച്ചു തുടങ്ങും, കണ്ടോ. റിങ്ങുകൾക്ക് ഡാമേജ് സംഭവിക്കുക. അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് കപ്പ് ഷേക്സ്. ഇതുപോലെ ഓരോ റിങ്ങുകളിലെ ഓരോ പോർഷൻസിന് ഡിഫക്റ്റ് സംഭവിക്കുക, കണ്ടോ. കപ്പ് ഷേക്ക് മുകളിലുള്ളത് കേട്ടോ, കണ്ടോ, ഇങ്ങനെ കപ്പ് ഷേക്ക് സംഭവിക്കുന്നത്. റേഡിയൽ ഷേക്സ് എന്ന് പറയുമ്പോൾ ഈ മെഡുലറി റേസ് ഇല്ലേ, റേഡിയൽ ആയിട്ട് വരുന്നത്, ആ റേസ് ബാർക്കിലേക്ക് കിടക്കും. അതായത് വുഡിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഷെല്ല് വരെ ആവും. അതായത് നമ്മൾ വുഡിൻ്റെ ഉള്ളിലല്ലേ ഈ മെഡുലറി റേസ് കാണിച്ചു തന്നത്, അത് വുഡിൻ്റെ പുറത്ത് വരെ എത്തും, ആ തൊലിയുടെ ഭാഗം വരെ. അങ്ങനെയാണ് അതിൻ്റെ ഷേക്സ് സംഭവിക്കുന്നത്. അതുപോലെ സ്റ്റാർ ഷേക്സ്, എന്താ സ്റ്റാർ, ഈ ബാർക്കുകൾ ഇങ്ങനെ വീഴണത് കണ്ടിട്ടില്ലേ, കണ്ടോ, ഓരോ കട്ടിങ് കണ്ടോ, ഇതിനാണ് സ്റ്റാർ ഷേക്സ് എന്ന് പറയാം. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോ ഡിഫക്ട്സുകൾ എടുക്കാം. ഓക്കെ, ഇന്ന് ഇത്ര വരെയാണ് ക്ലാസ് ഉള്ളൂ കേട്ടോ. ഇതുവരെ ക്ലിയർ അല്ലേ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഇതില്. ആ ഞാൻ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. സോഫിയ, സതീശൻ, അരുൺകുമാർ, അഭിലാഷ്, മുനീർ, രതീഷ്, നിമിഷ, ഫൈസൽ, ജിബി, മുരുകേഷ്, അബ്ദുള്ളക്കുട്ടി, ബാബുമാൻ, ഷോബി, മനോജ്, നൗഷാദ്, സനിമോൻ, വാസിൽ, ഷീന, നന്ദു. ഓക്കെ, ഇത്ര പേരാണുള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു.
ഓക്കെ